ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ്. ഓലവട എന്ന് പറയും ഇതിന്. പക്കവട എന്നും കൊക്കുവട എന്നൊക്കെ പറയുന്ന സംഭവം ഓലയുടെ ഷേപ്പിലായത് കാരണമായിരിക്കും അങ്ങനെ പറയുന്നത്. 4 മണി ചായക്കൊക്കെ കുറിക്കാൻ, പ്രത്യേകിച്ച് മഴയൊക്കെയാണല്ലോ, കുറിച്ചിരിക്കാൻ നല്ലൊരു ഐറ്റമാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, പെട്ടെന്നൊരു 5 മിനിറ്റിനകം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് കടലമാവാണെങ്കിൽ അതേ അളവ് തന്നെ അരിമാവ് കൊടുക്കുക. അരി നമ്മൾ പത്തിരിക്ക് വേണ്ടിയൊക്കെ പൊടിച്ച് വെച്ചത്, പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൊടിച്ച് വെച്ച പൊടിയാണ്. എത്ര ഒരു കപ്പാണെങ്കിൽ 1 കപ്പ് തന്നെ ഈക്വൽ അളവിൽ. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടിയാണ്, ഒരുപാട് ചേർക്കണ്ട, ഒരു നുള്ളൊക്കെ മതി, പേരിന് മാത്രം. അതിഷ്ടമില്ലാത്തവർക്ക് ഇടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെറുതെ വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സ്പൂൺ വെച്ചിട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊരു മസാല വെള്ളം ഉണ്ടാക്കാനുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുത്തു. കീറണമെന്നൊന്നുമില്ല, ഞാൻ വെറുതെ കീറിയിട്ടു എന്നേ ഉള്ളൂ. പിന്നെ പുതിനയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ പുതിന ഉണക്കി വെച്ചതാണ്. എൻ്റെ അടുത്ത് പച്ച പുതിനയില ഇല്ല, ഫ്രഷ് ആയിട്ടുള്ളതില്ല. ഞാൻ കുറച്ച് കൂടുതലുണ്ടായപ്പോൾ കേടുവന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണക്കി വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കി വെച്ചതാണ്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പെരുംജീരകം ഇട്ടാൽ മതി, ഇവിടെ ഇപ്പോൾ പൊടിയാണുള്ളത്, അതുകൊണ്ട് പൊടി ഇട്ടുവെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ടത് അരിച്ചെടുത്ത വെള്ളമാണിത്. ഈ വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. എത്ര വെള്ളമാണോ വേണ്ടത് വെച്ചാൽ അത്ര എടുത്താൽ മതി. ഇനി പോരെങ്കിൽ പച്ചവെള്ളം ചേർക്കുകയും ചെയ്യാം. അത് മൊത്തം ഒഴിച്ച് കഴിഞ്ഞു. ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് പച്ചവെള്ളം ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എന്താ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതുണ്ടല്ലോ, ആ സേവനാഴിയിലിട്ടിട്ട് ഇതാ കണ്ടോ, ഈ ചില്ലാണ് ഇടേണ്ടത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഈ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സേവനാഴിയുടെ അകത്ത് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ മാവ് സ്മൂത്തായിട്ട് ഇങ്ങോട്ട് വരില്ല. അപ്പോൾ അതിനകത്തേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് കടലമാവ് എടുത്തത് കാരണം ആ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റാണ്. രണ്ട് തവണകളാക്കാനുള്ളതൊന്നുമില്ല. നേരെ മറിച്ച് 1 കപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതലുണ്ടാവും. നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുത്താൽ മതി. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, കറിവേപ്പില ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്താലും മതി. നമ്മൾ ആ സേവനാഴിയിലിട്ടിട്ട് അതിലേക്ക് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങ് പീച്ച് ഒഴിച്ചു കൊടുക്കുക. തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മളിങ്ങനെ ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ തിരിച്ചിടാൻ നിൽക്കണ്ട. അങ്ങനെ ആകുമ്പോൾ അത് ഉടഞ്ഞു പോവും, മുറിഞ്ഞൊക്കെ പോവും. ഒന്നങ്ങ് ആയതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം, ഇപ്പോൾ ഇത് കണ്ടോ, ആ പതഞ്ഞ് വരലൊന്ന് നിന്നാൽ ഇപ്പോൾ ഒരുവിധം വേവായി എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് തിരിച്ചു വിട്ട് കൊടുക്കുക. പിന്നെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ മുറിച്ച് കഴിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഏകദേശം അങ്ങനെ റെഡിയായ പോലെയാണ്. കളറൊന്നും മാറുകയും ചെയ്യും. മുളക് പൊടിയൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല. വെളുത്തുള്ളിയൊക്കെ അങ്ങനെ തന്നെ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ എല്ലാം ഒരു കുറഞ്ഞ രീതിയിലേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇങ്ങനെ 2 സൈഡും വെച്ചിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്യാം.
നമ്മളിത് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഫ്രൈ ചെയ്തങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് അതിലുണ്ടാവും. അതുപോലെ ഇടയ്ക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈസിയാണ്, ഇതിങ്ങനെ ആക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ ആയി കിട്ടും. പച്ചവെള്ളത്തിലാണല്ലോ കുഴച്ചത്, അതുകൊണ്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയും ചെയ്യാം. കടലമാവും അരിമാവും ഉണ്ടെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മഴക്കാലമൊക്കെയാണ്, മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാക്കി നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്